ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിന്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ശ്രുതി തന്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയുടെയും രവിയുടെയും സച്ചിയുടെയും രേവതിയുടെ അടുത്തൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നാൽ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ശ്രുതിയുടെ കാല് പിടിച്ചു വരെ ശ്രുതി കരയുന്നുണ്ട്. ആ ഒരു സമയത്ത് ചന്ദ്രയാകട്ടെ, നീ ഇങ്ങ വാടി, നിന്റെ വാക്കുകളൊന്നും കേൾക്കേണ്ടില്ല, നീ വായ തുറന്ന നുണം മാത്രമേ പറയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലമായി പിടിച്ചുകൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് തള്ളിയിടുവാണ്ട് ഈ ഒരു കാഴ്ച കാണുന്ന നേരത്തെ രവിക്കും സച്ചിക്കും രേവതിക്കും അതിലുപരി ശ്രുതിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ചന്ദ്രയാകട്ടെ തൻ്റെ ദേഷ്യമുള്ള ആ സമയത്തുള്ള ദേഷ്യങ്ങളെല്ലാം തന്നെ ശ്രുതിയോടായിട്ട് തീർക്കുന്നുണ്ട്. ഇനി മേലെ ഈ വീട്ടിലേക്ക് നീ കാല് കുത്തിപ്പോഴുത്, ഇവിടെ നിനക്ക് ബന്ധുക്കൾ ആരും തന്നെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗേറ്റിന് പുറത്തേക്കെന്നല്ല, ഗേറ്റും കഴിഞ്ഞ് റോഡിലേക്കായിട്ട് ഉന്തിത്തള്ളി വിടുകയാണ് ചന്ദ്ര. അങ്ങനെ ശ്രുതി ഭയങ്കര സങ്കടത്തോട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ദയനീയാവസ്ഥ കാണുന്ന സമയത്ത് സച്ചി രേവതിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര തിരികെ വന്നിട്ട് സച്ചിയോട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, അവൾ എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതേ സമയം തന്നെ രവിയാകട്ടെ തൻ്റെ കുടുംബം മൊത്തം തകർന്നല്ലോ എന്നൊരു സങ്കടത്തോട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇത്ര അധികം സങ്കടപ്പെടുന്നത്, ഇവിടെ ആർക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, അവൾ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോകണം. അപ്പോൾ ശ്രുതി ഇരിക്കുന്ന എല്ലാം തന്നെ ചന്ദ്ര കാണുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതിയെ നോക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ചെയ്യാതെ ചന്ദ്ര അകത്ത് കയറി പോവുകയാണ്. സച്ചിൻ രേവതി തൊട്ട് പിന്നാലെ തന്നെ പോകുന്ന സമയത്താണ് ആകെ തകർന്ന് കരഞ്ഞു നിൽക്കുന്ന ശ്രുതിയെ കാണുന്നത് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ രേവതി സച്ചിനെ നോക്കുന്നുണ്ട്. സച്ചി വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശ്രുതിനെ സമാധാനിപ്പിക്കുകയാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സച്ചിയുടെ മേത്തേക്കായിട്ട് വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന സങ്കടത്തോടു കൂടി തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ് ശ്രുതി. ആ ഒരു സമയത്ത് ബീരാൻ പറഞ്ഞ വാക്കുകളും ശ്രുതി തന്റെ കാലിൽ പിടിച്ച് കരഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്കായിട്ട് ചന്ദ്ര വരുന്നത്. ചന്ദ്ര വന്നിട്ട് ശ്രുതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ തെറ്റായിരുന്നല്ല, അമ്മ ഒന്നും തന്നെ മുൻകൂട്ടി ആലോചിക്കാതെ നിന്നെ കൊണ്ട് കെട്ടിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവൾ അന്ന് പോയ സമയത്ത് അവളെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ മന്ദബുദ്ധത്തിനാണ് കയറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ സമാധാനിപ്പിക്കുന്ന കൂടി തന്നെ ശ്രുതിനെയും കുറ്റപ്പെടുത്തുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അമ്മ തന്നെ കണ്ടെത്തിക്കോളോ, അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി, നല്ല സമ്പാദ്യമുള്ള വീട്ടിലെ പെൺകുട്ടി, നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ കണ്ടെത്തി നിന്നെ കൊണ്ട് അമ്മ കെട്ടിക്കുന്നത് അമ്മയുടെ ഒരു വാശിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ചന്ദ്രയെ നോക്കുവാണ് കേട്ടോ. ആ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും, അമ്മ ഉള്ളിൽ സങ്കടങ്ങളെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്, കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മുന്നിൽ നമ്മൾ തോറ്റു എന്നാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ കരയുകയില്ല, മോനും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് അമ്മ എനിക്ക് കുറച്ച് നിമിഷം തനിയെ ഇരിക്കണമെന്ന് ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്ര പോകാനൊരുങ്ങുന്ന സമയത്ത് തിരികെ വന്നിട്ട് പറയുകയാണ്, ഒരിക്കലും നീ അവളുടെ മുന്നിൽ തോറ്റതായിട്ട് നീ ധരിക്കരുത്, അവൾ ഇവിടെ നിന്ന് പോയെങ്കിൽ അവൾക്കാണ് വലിയ നഷ്ടമുണ്ടാവാൻ പോകുന്നത്, ഒരിക്കലും നിനക്കല്ല, ആ ഒരു ചിന്ത നിനക്ക് ഉണ്ടാവണം, നീ മോൻ കടുകയൊന്നും കാട്ടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര സങ്കടത്തോട് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടത്. ഈ ഒരു സമയത്ത് ശ്രുതി ആകെ സങ്കടത്തിലാണ്. പുറത്തേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം ചന്ദ്ര പൊട്ടിക്കരയായിട്ട് തൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത്. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ സങ്കടപ്പെട്ടു പോകുന്ന സമയം തന്നെ ശ്രുതി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എന്തായാലും ഞാൻ പിന്നോട്ടേക്കില്ല, ഏത് വിധേനയും ആ വീട്ടിൽ ഞാൻ തിരിച്ച് കയറിയിരിക്കുക, അതിൻ്റെ ഒരു വാശിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുന്ന മീരയുടെ വീട്ടിലേക്കാണ്. മീരയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം പൊട്ടിക്കരയാണ്. മീര കാര്യം തിരക്കുന്ന സമയത്ത് ഇന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ മീര വീട്ടിലേക്ക് വന്നുവെന്നും സച്ചി രേവതിയാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് മീര ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അപ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞത് സച്ചി രേവതി കണ്ടില്ല എന്ന്, പിന്നെ എങ്ങനെ മീരാനെയും കൂട്ടിക്കൊണ്ട് അവരിങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മീര, എന്തായാലും ഞാൻ പോയതിന് ശേഷം സച്ചി രേവതി അവിടെ തിരികെ വന്നിട്ടുണ്ട്, അവർ ബീരാനെ കാണുകയും ബീരാൻ വഴി സത്യങ്ങളെല്ലാം അറിയുകയും ചെയ്തിട്ട് മാത്രമല്ല ബീരാൻ എല്ലാ സത്യങ്ങളും നമ്മൾ എങ്ങനെ ബീരാനെ കണ്ടുവന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു. എൻ്റെ ജീവിതം അതോടുകൂടി തന്നെ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഏത് വിധം ഞാൻ വീട്ടിലേക്ക് തിരികെ കയറുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിൻ്റെ കോൺഫിഡൻ്റൊക്കെ ഉള്ള ശ്രുതി, ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അത്ര വലിയ ഷോക്കൊന്നും തോന്നില്ല, കാരണം ഇത് എപ്പോഴായാലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ്, പക്ഷെ പ്രതീക്ഷിക്കേണ്ട സമയത്ത് വന്നതിൻ്റെ ഒരു ഷോക്ക് എനിക്കുണ്ടായിരുന്നു. നിന്റെ ഈ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ, അപ്പം നിനക്കൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ മീര ചോദിക്കുന്ന സമയത്ത് അതേക്കുറിച്ചൊന്നും എനിക്ക് ചിന്തയില്ല, എന്തായാലും ആ ഒരു സത്യത്തിന് ആരും അറിയാൻ പോകുന്നില്ല, ഈ ഒരു സത്യത്തോടു കൂടി തന്നെ എൻ്റെ പിന്നാലെയുള്ള സച്ചിയുടെ രേവതിയുടെ നടത്തം നിർത്താനൊക്കെ എനിക്കറിയാം, എന്തും ചെയ്തിട്ടായാലും തിരികെ ആ വീട്ടിലേക്ക് കയറും എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമ്മുടെ ശ്രുതിയായിട്ട് തന്നെ എടുക്കാൻ കേട്ടോ. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.